വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. എൻ്റെ പിന്നാലെ വരട്ടെ എങ്ങനെയാ? കുരിശും എടുത്തുകൊണ്ട്, തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. കുരിശും എടുത്തുകൊണ്ട് പിന്നാലെ വരട്ടെ. അപ്പം കർത്താവിൻ്റെ പുറകെ, അതായത് കർത്താവിൻ്റെ പുറകെ പോകുന്നവർക്ക്, കർത്താവിനെ ഫോളോ ചെയ്യുന്നവരുടെ ലൈഫിൽ കുരിശുകൾ ഉണ്ടാകും. കാരണം കർത്താവ് പോയ വഴി ഏതാ? കുരിശിൻ്റെ വഴിയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്നല്ലേ കർത്താവ് പറയുന്നത്. അതായത് കർത്താവ് എങ്ങോട്ടാണ് പോയത്? പിതാവിൻ്റെ അടുക്കൽ, സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ യാത്ര ചെയ്യേണ്ടി വരും. അതൊരിക്കലും നമ്മൾ കർത്താവിൻ്റെ പുറകെ പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് ട്രാക്കിൽ കൂടെ പോകാമെന്നല്ല അർത്ഥം. നമ്മൾ പോകുന്നത് പക്ക റൈറ്റ് ആയിട്ടുള്ള ട്രാക്കിൽ കൂടെ ആയിരിക്കും. കാരണം നമ്മുടെ ചുറ്റും നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ കൂടെയുള്ളവരാകാം. ഇവരൊക്കെ വേറെ വഴി കൂടെ പോകുന്ന സമയത്ത് നമ്മൾ കർത്താവിൻ്റെ വഴി കൂടെ പോകാൻ വേണ്ടിയിട്ട് പലതും ഉപേക്ഷിക്കും അല്ലേ? നമ്മൾ പലതും ഉപേക്ഷിക്കും, പലതും വേണ്ടാന്ന് വെക്കും. ഈ ലോകത്തിൻ്റെ പലതും നമ്മൾ വേണ്ടാന്ന് വെക്കും. അങ്ങനെ വെക്കുന്ന സമയത്ത് അവർ വേറെ ട്രാക്ക്, നമ്മൾ വേറെ തന്നെ ഒരു ട്രാക്കിലേക്ക് കയറി യാത്ര ചെയ്യുക. കാരണം നമ്മൾ അനുഗമിക്കുന്നത് കർത്താവിനെയാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ ലോകത്തിൽ നിന്നൊക്കെ മാറി നടക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാം, സ്വാഭാവികമായിട്ട് അവരൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, അവർ ഈ ലോകത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, അതൊന്നും നിത്യമായ സന്തോഷമല്ല. അത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു സുഖം തരുവാണെങ്കിലും അത് നമുക്ക് നിത്യമായ ആനന്ദം നമുക്ക് തരത്തില്ല. അപ്പം അവർ നോക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷമാണ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സന്തോഷം കാണുന്നില്ല. അപ്പം കർത്താവിൻ്റെ വഴി കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ സഹനങ്ങളുണ്ടാകും. കാരണം കുരിശ് വഹിച്ചുകൊണ്ടല്ലേ നമുക്ക് പിന്നാലെ പോകുന്നത്. കർത്താവിൻ്റെ പുറകെ പോകുന്നവർക്ക് കുരിശുണ്ടാകും.